ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. മധുരക്കിഴങ്ങ് ധാരാളം പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. മധുരക്കിഴങ്ങിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിൽ മധുരക്കിഴങ്ങ് ഉൾപ്പെടും. മധുരക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം കാരണം ഇത് ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ആരോഗ്യകരമായ ഹൃദയ സിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ബീറ്റാ കരോട്ടിൻ ശരീരത്തിലെ ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നു. ഫ്രീ റാഡിക്കൽ തന്മാത്രകൾ മൂലമുണ്ടാകുന്ന കോശങ്ങളുടെ കേടുപാടുകൾ തടയാനും ബീറ്റാ കരോട്ടിൻ സഹായിക്കുന്നു. മാത്രമല്ല, അവ ശരീരത്തിൽ ഉയർന്ന അളവിൽ ലഭിക്കുന്നത് തടയുകയും ചെയ്യുന്നു. പ്രോ വിറ്റാമിൻ ആയതിനാൽ ബീറ്റാ കരോട്ടിൻ വിറ്റാമിൻ എയുടെ സജീവ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു. വിറ്റാമിൻ എ ശ്വാസകോശം, പ്രോസ്റ്റേറ്റ് എന്നിവയുൾപ്പെടെയുള്ള ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ കണ്ണുകൾക്കും നല്ലതാണ് ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ ആരോഗ്യകരമായി നിലനിർത്തുകയും കോശവളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു. മധുരക്കിഴങ്ങ് നാരുകളാൽ സമ്പുഷ്ടമായതിനാൽ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഇത് മലബന്ധം തടയുകയും ആരോഗ്യകരവും ക്രമാനുഗതവുമായ മലവിസർജനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇത് ദഹനം മെച്ചപ്പെടുത്തുകയും അവയിലെ അന്നജത്തിൻ്റെ ഉയർന്ന ഉള്ളടക്കം ദഹിപ്പിക്കാൻ വളരെ എളുപ്പമാക്കുകയും ചെയ്യുന്നു. ക്യാൻസർ പോലുള്ള വൻകുടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും ശരീരത്തെ തടയുകയും ചെയ്യുന്നു. മധുരക്കിഴങ്ങ് മാഗ്നീഷ്യത്തിൻ്റെ നല്ല ഉറവിടമാണ്. അതുകൊണ്ടാണ് ഇത് സമ്മർദ്ദത്തിന് വളരെ നല്ലത് എന്ന് പറയുന്നത്. സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ധാതുവാണ് മാഗ്നീഷ്യം. ഇത് ശാന്തത, വിശ്രമം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് മാനസികാവസ്ഥയെ തൽക്ഷണം ഉയർത്തുന്നു. ഇത് ശരീരസമ്മർദ്ദ പ്രതികരണ സംവിധാനത്തെ മോഡുലേറ്റ് ചെയ്യുകയും ഉത്കണ്ഠ കുറയ്ക്കുകയും സമ്മർദ്ദം ലഘൂകരിക്കുകയും ഭയത്തോടുള്ള നമ്മുടെ പ്രതികരണം കുറയ്ക്കുകയും ചെയ്യുന്നു. ഒപ്പം നിങ്ങൾക്ക് ആശ്വാസവും പോസിറ്റിവിറ്റിയും നൽകുകയും ചെയ്യുന്നു. എല്ലുകളുടെ ആരോഗ്യത്തിൽ മാഗ്നീഷ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നിങ്ങളുടെ ഭക്ഷണത്തിൽ മാഗ്നീഷ്യം കൂടുതലും മിതമായും കഴിക്കുന്നത് ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അവസ്ഥകളുടെ അപകടസാധ്യത കുറയ്ക്കുകയും ശരീരത്തിൽ ഉയർന്ന അസ്ഥിധാതുക്കളുടെ സാന്ദ്രത നിലനിർത്തുകയും ചെയ്യുന്നു. മധുരക്കിഴങ്ങിൽ ഉയർന്ന അളവിലുള്ള പൊട്ടാസ്യം ഉള്ളതിനാൽ ബീറ്റാ ബ്ലോക്കർ മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക് നല്ലതല്ല. അതുകൊണ്ട് തന്നെ മധുരക്കിഴങ്ങ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത്ര നല്ലതല്ലായിരിക്കാം. അമിതമായാൽ അമൃതം വിഷം എന്ന പഴഞ്ചൊല്ല് പോലെ മധുരക്കിഴങ്ങ് അമിതമായി കഴിക്കുന്നത് അപകടകരമാണ്. കാരണം മധുരക്കിഴങ്ങിൽ ഓക്സലേറ്റിൻ്റെ ഉയർന്ന ഉള്ളടക്കം കാരണം വൃക്കകളിലും പിത്താശയങ്ങളിലും കല്ലുകൾ ഉണ്ടാകാം. This video sponsored by Buymoto e-shopping application is one of the online shopping app